കോട്ടയം മുട്ടിച്ചിറയിൽ 140 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പിടിയിൽ. കൈ കാണിച്ചിട്ടും നിർത്താതെ പോയ കാർ പോലീസ് പിന്തുടർന്ന് കല്ലെറിഞ്ഞാണ് നിർത്തിച്ചത്. ബംഗളൂരുവിൽ നിന്നാണ് MDMA എത്തിച്ചതെന്ന് പ്രതികളുടെ മൊഴി. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും അജിത് ബാബു ചേരുന്നുണ്ട്. അജിത്, അതിസാഹസികമായാണ് പ്രതികളെ പിടികൂടിയതെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? സോന ജോസഫ്, പേരൂർ സ്വദേശി നാദിർ ഷാ, ആർപ്പൂക്കര സ്വദേശി ആൽബിൻ ബാബു എന്നിവരാണ് ഈ കാര്യത്തിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട ജില്ലാ ഡാൻസ് ഓഫ് ടീമും കടുത്തുരുത്തി പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടുന്നത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലാവുന്നത്. ഈ പിടിയിലായ സമയത്തുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം വാഹനം നിർത്താതെ പോവുകയായിരുന്നു. പിന്നീട് പോലീസ് പിന്തുടർന്ന് ഇത്തരത്തിൽ കല്ലെറിഞ്ഞാണ് വണ്ടി നിർത്തുന്ന അടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല MDMA ബാംഗ്ലൂരിൽ നിന്നാണ് എത്തിച്ചതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പിടിച്ചതിന് ശേഷം ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കാര്യങ്ങൾ അടക്കം പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. ഏതാണെങ്കിലും നിർണായകമായ വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, 140 ഗ്രാം MDMA എന്ന് പറഞ്ഞാൽ വലിയൊരു അളവാണ്. അത്തരത്തിൽ MDMA വളരെ മാരകമായ ഒരു ലഹരി വസ്തുവാണ്. ആ 140 ഗ്രാം MDMA ആയിരുന്നു ഇവരുടെ കൈവശം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എവിടെ നിന്നാണ് എത്തിച്ചത്, ആർക്ക് വേണ്ടിയാണ് എത്തിച്ചത്, ആർക്കൊക്കെ വിതരണം ചെയ്യാനാണ് എത്തിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അത്തരത്തിൽ വിശദമായൊരു പരിശോധന ഇക്കാര്യത്തിൽ ഉണ്ടാവും. ഏതാണെങ്കിലും ഈ കാര്യത്തിൽ ഇവരുടെ മുൻ ബാക്ക്ഗ്രൗണ്ടുകൾ, ഈ പിടിയിലായവരുടെ മുൻ ബാക്ക്ഗ്രൗണ്ടുകൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ച് വരികയാണ്. നിർണായകമായ ഒരു കണ്ടെത്തലാണെന്നാണ് പോലീസ് പറയുന്നത്. അതിൽ ഏതൊക്കെ തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ ഉണ്ട്, ആരുമായിട്ടൊക്കെ ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇവരുടെ ഫോൺ, ഗൂഗിൾ പേ ഹിസ്റ്ററി ഉൾപ്പെടെ പോലീസ് പരിശോധിച്ച് വരികയാണ്. സോന ജോസഫ്. ശരി അജിത് ബാബു.